അടുത്തായിട്ട് 6th മൊഡ്യൂൾ ആർച്ചസ്. അപ്പം ആർച്ചസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. ആർച്ചസ് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം ഒരു ബീം കൺസിഡർ ചെയ്യുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. ദെൻ ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആർബിട്രറി ലോഡിങ്, അതായത് UDL, UVL, പോയിന്റ് ലോഡ് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ടൈപ്പ് ഓഫ് ആർബിട്രറി ലോഡിങ് വരിക. അപ്പോൾ ഇതിന് എന്തുണ്ടാവും? ഒരു സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ VB. ദെൻ ഈ സെയിം ടൈപ്പ് ഓഫ് ലോഡിങ് തന്നെ നമ്മളൊരു ആർച്ചിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ആർച്ച്, ഈ സെയിം ടൈപ്പ് ഓഫ് ലോഡിങ്, ആ ലോഡിങ് അതുപോലെ തന്നെ എനിക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല, എങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ലോഡിങ് തന്നെ ആർച്ചിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആർച്ചിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യും? ഈ സെയിം സംഗതി തന്നെയാണ് വരുന്നതുകൊണ്ട് ഇവിടെ സെയിം VA തന്നെ ഡെവലപ്പ് ചെയ്യും. ഇപ്പുറത്തെ സെയിം VB, വെർട്ടിക്കൽ റിയാക്ഷൻ VAയും VB അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യും. ആർച്ചിനകത്ത് ലോഡിങ് വന്നു. ഞാൻ പറഞ്ഞു, ആർച്ചിനകത്ത് എപ്പോഴും നമ്മൾ ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇതിന് തൊട്ട് മുകളിലായിരിക്കും ലോഡിങ് കാണിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനൊന്നും അല്ല ലോഡിങ് കാണിക്കേണ്ടത്. ദെൻ ഈ VA VB കൂടാതെ ആർച്ചിന് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൂടെ വരും. ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കും. രണ്ട് എൻഡിലും വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ. കേബിളിനകത്ത് വരുന്നതെങ്കിൽ കേബിൾ ഇങ്ങനെ വരുന്നത്, കേബിളിനകത്ത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ദെൻ ആ കേബിളിൻ്റെ പോയിന്റ് സെൻറ്ററിന് ഔട്ട്വേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, പുറത്തേക്ക് ആക്ട് ചെയ്യും. ആർച്ചിനകത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഉള്ളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആർച്ചിനകത്തെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. എന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മൊമെൻ്റ് എടുക്കുക. അതെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ആർച്ചിനും ഈ ഒരു സെക്ഷൻ എബോട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മൊമെൻ്റ് എടുക്കുകയെന്ന് വിചാരിച്ചു. ഒരു ആർബിട്രറി സെക്ഷൻ സെലക്ട് ചെയ്താൽ ആർച്ചിനും ബീമിനും മൊമെൻ്റ് ഇക്വേഷൻ എഴുതാം. ഇത് ബീമിൻ്റെ മൊമെൻ്റ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് MX, ലെഫ്റ്റ് സൈഡിലേക്ക് മൊമെൻ്റ് വരുമ്പോഴത്തേക്ക് എന്താ? VA ഇൻറ്റു എക്സ്. ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ്. ദെൻ ഈ ലോഡിങ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റ്, ഇത് ഇത്രയും ഭാഗത്തെ ലോഡിങ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റ്, അതിന് മൊമെൻ്റ് ഡ്യൂട്ടി ലോഡിങ് എന്ന് ജസ്റ്റ് എഴുതാം. ഇത്രയും പോർഷനിൽ മാത്രം ലോഡ് കൊണ്ടുണ്ടാകുന്നത്, അതിനകത്ത് UDL കാണും, UVL കാണും, പോയിന്റ് ലോഡ് കാണും. ആ മൊമെൻ്റ് ഇത്രയും കിട്ടി. ഇനി സെയിം മൊമെൻ്റ് തന്നെ ആർച്ചിനും കൂടെ എഴുതുക. MX = ലെഫ്റ്റ് സൈഡിലേക്ക് മൊമെൻ്റ് വരുമ്പോൾ എന്തൊക്കെ വരും? ഇത് VA ഇൻറ്റു എക്സ് വരും. ഇത്രയും ഡിസ്റ്റൻസ് X, VA ഇൻറ്റു എക്സ്. ദെൻ ഇത്രയും പോർഷനിൽ ഇതേ കണക്കുള്ള ലോഡിങ് തന്നെ ഇവിടെയുണ്ട്. ആ ലോഡിങ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റിനെ -ML എന്ന് വിളിച്ചു. ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് -1. പിന്നെ അത് കൂടാതെ H എന്ന് പറഞ്ഞിട്ടൊരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടല്ലോ, ആ H എന്ന് പറഞ്ഞിട്ടുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റും കൂടെ വരും. ആ H എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് എത്ര വരും? സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൊമെൻറ്റ് പോകുന്നത്, അതുകൊണ്ട് മൈനസ് എഴുതി. -H ഇൻറ്റു ഈ ഡിസ്റ്റൻസിനെ ഞാൻ Y എന്ന് വിളിച്ചു. X ഡിസ്റ്റൻസിലുള്ള ഈ ഓർഡിനേറ്റിനെ Y എന്ന് വിളിച്ചു. അപ്പം -H ഇൻറ്റു Y. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ മൊമെൻ്റ് ഇക്വേഷൻ ഫോർ ബീം, MX ഫോർ ബീം, ഇത് MX ഫോർ ആർച്ച്, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇത് ഇങ്ങനെ എഴുതാം നമുക്ക്. MX ഓഫ് ആർച്ച് = ഇത്രയും സംഗതി എന്ന് പറയുന്നത് ബീമിനുണ്ട മൊമെൻ്റ് അല്ലേ. അപ്പം ഇതിന് നമുക്ക് MX ഓഫ് ബീം എന്ന് എഴുതാം. A എന്നും B എന്നും പറയുന്ന രണ്ട് പോയിൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. A4 ഇവിടെ ആർച്ചും B4 ബീമുമാണ്. -H ഇൻറ്റു Y. ഈ ഇക്വേഷനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കും? ആർച്ചിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബീമിൻ്റെ മൊമെൻറ്റിനെക്കാട്ടിൽ ഒരു എമൗണ്ട് കുറവായിരിക്കും. ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇൻറ്റു ഈ Y ടൈംസ് ആ മൊമെൻ്റ് എപ്പോഴും കുറവായിരിക്കും. അപ്പം നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ആൻ ആർച്ച് ഈസ് ലെസ് ദാൻ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ ബീം. കേട്ടോ? അങ്ങനെ ബെൻഡിങ് മൊമെൻറ്റ് കുറഞ്ഞു വന്നാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബെൻഡിങ് മൊമെൻറ്റ് കുറഞ്ഞു പറഞ്ഞതിൻ്റെ കൺസ്ട്രക്ഷന് കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെയിം മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഒരുപാട് ലോഡും കൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആർച്ച് നമ്മൾ കൺസ്ട്രക്ഷന് പ്രിഫർ ചെയ്യാനുള്ള മെയിൻ അഡ്വാൻറ്റേജ്, മെയിൻ റീസൺ. ഇനി ആർച്ചിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിന് കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം, ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ഒരു ആർച്ച് ഷേപ്പ് വരുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് സ്ട്രക്ചേഴ്സിന്, അല്ലെങ്കിൽ ഒരുപാട് വലിയ സ്ട്രക്ചേഴ്സിന് മാത്രമേ നമുക്ക് ആർച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് സ്പേസ് നമുക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹോളിലോ വല്ലോ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് വേണം കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കുന്നതിന്. അപ്പം അതൊക്കെ ആർച്ചിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസാണ്. വേറൊരു
വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആർച്ചിനെ നമ്മളെപ്പോഴും അനാലിസിസിന് വേണ്ടി ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നമ്മളാണ്ട് ഈ ഒരു ആർച്ചിൻ്റെ ആ ഒരു ഷേപ്പ് മാത്രമേ വരയ്ക്കത്തുള്ളൂ. അപ്പം ഇവിടെ ആയിരിക്കത്തില്ല നമ്മൾ ലോഡിങ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ അനാലിസിസിന് ഈസി ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആക്കി മാത്രമേ നമ്മളിങ്ങനെ വരയ്ക്കുള്ളൂ. ആർച്ചിൻ്റെ ആക്ച്വലി ഉള്ളൊരു ഫിസിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. അതായത് അതിനകത്താണ്ട് നമ്മുടെ ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ അനാലിസിസിന് വേണ്ടി എടുത്ത് വരയ്ക്കാറുള്ളൂ. ആക്ച്വലി ആർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബ്രിഡ്ജിൻ്റെ ഒക്കെ വല്ല പാർട്ടുമായിട്ടും ആർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡ്, അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും സിമിലർ സ്ട്രക്ചർ. റോഡും ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ കൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നതും പല ടൈപ്പ് ഓഫ് ലോഡിങ് കൊണ്ട് ലോഡ് അപ്ലൈ ചെയ്യുന്ന ആക്ച്വലി ഈ പോയിന്റിലാണ്. ആ പോയിന്റിൽ നിന്ന് ഈ പോർഷനിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ആവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അനാലിസിസിന് വേണ്ടി വരയ്ക്കുന്ന ഈ പാർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ലോഡ് ആണ് ഈ മുകളിലൊക്കെ കൊടുത്ത് വരയ്ക്കുന്നത്, അല്ലാതെ ഇവിടെ ഈ പോർഷനിലല്ല ലോഡ് കൊടുത്ത് വരയ്ക്കുന്നത്. ഇനി ആർച്ചിൻ്റെ മെയിനായിട്ട് ആർച്ചിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാൻ പറഞ്ഞു. ആർച്ചിൻ്റെ രണ്ട് എൻഡിലും ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസ് കാണും. ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ അത് കൂടാതെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആർച്ചിന് ആക്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മൾ രണ്ടായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹിഞ്ച്ഡ് ആർച്ചസ് എന്നും 3 ഹിഞ്ച്ഡ് ആർച്ചസ് എന്ന് പറഞ്ഞിട്ട് കാണും. നമുക്ക് ഇപ്പോൾ 3 ഹിഞ്ച്ഡ് ആർച്ചസ് മാത്രം പഠിച്ചാൽ മതി. 3 ഹിഞ്ച്ഡ് ആർച്ച് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹിഞ്ചും കൂടെ ആർച്ചിനുണ്ട്. അതായത് ഇവിടെ ഒരു ഹിഞ്ച്, ഇവിടെ ഒരു ഹിഞ്ച്, ഇവിടെ ഒരു ഹിഞ്ച്. അപ്പം 3 ഹിഞ്ചും കൂടെ ചേർത്ത് വരുന്നതാണ് 3 ഹിഞ്ചസ്. അതുകൊണ്ടാണ് 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുന്നത്. 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും 2 ഹിഞ്ച്ഡ് ആർച്ച് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുമാണ്. അപ്പോൾ ഇവിടെ ആർച്ചിൻ്റെ ഒരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ പോയിന്റ് വെച്ചിട്ട് ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്ന ഫോഴ്സസിനെ കാണിച്ചിരിക്കുക. അപ്പം ഈ പോയിന്റിൽ നമുക്ക് എപ്പോഴും ഒരു ബെൻഡിങ് മൊമെൻറ്റ് കാണും, ഒരു നോർമൽ ത്രസ്റ്റ് കാണും. അതായത് ആർച്ചിൻ്റെ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു ഫോഴ്സ്, അതിനെ നോർമൽ ത്രസ്റ്റ് എന്ന് പറയും. ദെൻ ഈ നോർമൽ ത്രസ്റ്റിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഷിയർ കാണും, അതിനെ റേഡിയൽ ഷിയർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയറിൻ്റെ ഇക്വേഷൻസ്. നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ n = v sin theta plus h cos theta. Then radial shear q = v cos theta minus h sin theta. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇതിനകത്ത് n എന്ന് പറയുന്നത് നോർമൽ ത്രസ്റ്റ്, q റേഡിയൽ ഷിയർ, v എന്ന് പറയുന്നത് നമ്മൾ ഷിയർ ഫോഴ്സ് എടുക്കില്ലേ ബീമിന്, സെയിം സംഗതി. ഏത് സെക്ഷനിലെയാണോ നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് വെർട്ടിക്കൽ ഷിയർ. h എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ h. ഇനി തീറ്റ കണ്ടുപിടിക്കുന്നത് നമ്മൾ 2 ടൈപ്പ് ആർച്ചസ് പഠിക്കണം. പരാബോളിക് ആർച്ച് പഠിക്കണം, സെമി സർക്കുലർ ആർച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ പരാബോളിക് ആർച്ച് പഠിക്കുമ്പോഴത്തേക്ക് പരാബോളിക് ആർച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കേബിളിനകത്ത് പഠിച്ച സെയിം ഇക്വേഷനാണ്. 4hx × L - x / L². ഇതാണ് കേബിളിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പരാബോളിക് കേബിളിൻ്റെ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെ ആർച്ചിന് വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് പരാബോളിക് ആർച്ചിൻ്റെ ഇക്വേഷൻ. വൈയുടെ വാല്യൂ ഇതാണെങ്കിൽ dy/dxൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് Lx എന്നാവും. ബാക്കിയുള്ള ടേംസൊക്കെ അതുപോലെ എഴുതാം. 4h/L² ഈ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Lx, അതിൻ്റെ ഡിഫറൻസിയേഷൻ L മൈനസ് എക്സും എക്സോട് ചേർന്ന് x² ആവും, അതിൻ്റെ ഡിഫറൻസിയേഷൻ 2x. അപ്പോൾ ഇതാണ് dy/dxൻ്റെ ഇക്വേഷൻ. dy/dx തന്നെയാണ് എൻ്റെ ടാൻ തീറ്റ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എഴുതാൻ പറ്റും. ദെൻ ഇതിനകത്തുനിന്ന് തീറ്റ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 3 ഹിഞ്ച്ഡ് ആർച്ചിൻ്റെ അനാലിസിസ് ഏകദേശം കേബിളിനകത്ത് പഠിച്ചതിൻ്റെ സിമിലർ ആയിരിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് അനാലിസിസ് ഓഫ് പരാബോളിക് ആർച്ചാണ്. അനാലിസിസ് ഓഫ് പരാബോളിക് ആർച്ച്. അപ്പം അതിനകത്ത് ചെയ്യുന്നത് നമ്മൾ കേബിളിനകത്ത് ചെയ്തതിൻ്റെ കൂട്ട് സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കേബിളിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? കേബിളിനകത്ത് നമുക്ക് ലോഡിങ്സ് തരും. ചിലപ്പോൾ യു വിയിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലോഡിങ് തരും. അപ്പം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ പോയിന്റ് തരും. y എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ളൊരു ഡിഫ്ലക്ഷൻ പോയിന്റ് തരും. ആ ഡിഫ്ലക്ഷൻ പോയിന്റിന് അബൌട്ടായിട്ടായിരിക്കും നമ്മളെപ്പോഴും ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിച്ച കേബിളിനകത്ത്. ഇതിനകത്തും അതേപോലെ തന്നെയാണ്. ഹൊറിസോണ്ടൽ റിയാക്ഷനും നമുക്ക് ഈ ഡിഫ്ലക്ഷൻ പോയിന്റിന് വരെ മാക്സിമം റൈസ് ചെയ്യുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ തേർഡ് ഹിഞ്ച്, മൂന്നാമതൊരു ഹിഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹിഞ്ച്, സെക്കൻഡ് ഹിഞ്ച്, തേർഡ് ഹിഞ്ച്. ആ തേർഡ് ഹിഞ്ചിന് അബൌട്ടായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ടെക്സ്റ്റിനകത്ത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർച്ചിനെ കുറിച്ച് ഫിഗർ തന്നിട്ടുണ്ട്. 3 ഹിഞ്ച്ഡ് ആർച്ചും 2 ഹിഞ്ച്ഡ് ആർച്ചും ഫിക്സ്ഡ് ആർച്ച്. ഇതിനകത്തൊരു തെറ്റുണ്ട്. അതായത് 3 ഹിഞ്ച്ഡ് ആർച്ചിൻ്റെയും 2 ഹിഞ്ച്ഡ് ആർച്ചിൻ്റെയും ഫിഗർ തന്നിരിക്കുന്നതിനകത്ത് ഈ റൈറ്റ് എൻഡ്
അതിനകത്ത് സപ്പോർട്ട്സ് റോളർ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ട് ടെക്സ്റ്റിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം അങ്ങനെ റോളർ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും തെറ്റാണ്. ഇവിടെ രണ്ടും ഹിഞ്ച് സപ്പോർട്ട് തന്നെ വരും. ഈ ലെഫ്റ്റ് സപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന ഹിഞ്ച് സപ്പോർട്ട് കൂടി തന്നെ റോളർ സപ്പോർട്ട് തന്നെ ആയിരിക്കും റൈറ്റിലും വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് പരാബോളിക് ആർച്ച് അനലൈസ് ചെയ്യാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഹിഞ്ച് ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നാൽ മതി. ദെൻ ഇവിടെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലോഡിങ് വന്നോട്ടെ, ഏതെങ്കിലും UDL UVL അതിൻ്റെ കോമ്പിനേഷനോ പോയിൻറ്റോടെ ഏത് ടൈപ്പ് ലോഡിങ് ആണെങ്കിലും നമ്മൾ മൂന്നാമത്തെ ഹിഞ്ചും വരച്ചു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് VA കണ്ടുപിടിക്കണം, VB കണ്ടുപിടിക്കണം, H കണ്ടുപിടിക്കണം. കേബിളിൻ്റെ കൂട്ട് തന്നെ ഈ രണ്ട് പോർഷൻസും രണ്ട് ലെവലിലിരുന്നാലും സെയിം ലെവലിലിരുന്നാലും ഏത് ടൈപ്പ് ഓഫ് ലോഡിങ് ആണെങ്കിലും Hൻ്റെ വാല്യൂ സെയിം ആയിരിക്കും കേബിളിൻ്റെ കൂട്ട് തന്നെ. അതിനെ HA എന്നും HB എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ കേബിളിനകത്ത് കണ്ടുപിടിച്ചതിൻ്റെ കൂട്ട് തന്നെ VA VB സിഗ്മ FY = 0 എന്ന് പറയുന്ന ഇക്വേഷനകത്തുനിന്നും മൊമെൻറ്റ് അബൌട്ട് ഏതെങ്കിലും പോയിൻ്റ് ഏതെങ്കിലും സപ്പോർട്ട് MA = 0 VAയും VBയും കിട്ടും. കേബിളിനകത്ത് H കണ്ടുപിടിച്ചതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഒരു മാക്സിമം റൈസ് ഉള്ള ഒരു പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് ഹിഞ്ച് ഉണ്ട്. ആ തേർഡ് ഹിഞ്ചിന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്ത് ഒന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൊമെൻ്റ് എടുത്താലായിരിക്കും H കിട്ടുന്നത്. അപ്പം Hഉം കിട്ടും, VA VB കിട്ടും. ദെൻ Hഉം VAയും VBയും കണ്ടുപിടിച്ചാൽ മതി. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണിത്. അപ്പോൾ ഈ സംഗതികൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർച്ചിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ആവും. പിന്നെ അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം കൂടെ വരച്ച് കാണിക്കണം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം അടുത്ത ലെക്ചറിനകത്ത് കാണിക്കാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. A 3-hinged parabolic arch at the supports and at the crown has span of 24 meters എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ദെൻ ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കതിൻ്റെ ഫിഗർ കൂടെ തരണം എന്നില്ല. ഫിഗർ ഇല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതൊന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഫിഗർ തന്നെ വരച്ചെടുക്കാൻ പഠിക്കണം. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നിട്ടുണ്ട്. ക്രൗണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഈ 4 മീറ്റർ. ദെൻ ടോട്ടൽ സ്പാൻ 24 മീറ്റർ. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, അനലൈസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ അറ്റ് എ സെക്ഷൻ 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പോൾ ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് 6 മീറ്റർ മാറിയിട്ടുള്ള ഈ പോയിന്റിലെ ഈ കാര്യങ്ങളൊക്കെ മൊമെൻറ്റും ത്രസ്റ്റും റേഡിയൽ ഷിയറും ഒക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ശരി, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് VA കണ്ടുപിടിക്കണം, VB കണ്ടുപിടിക്കണം, ദെൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ H കണ്ടുപിടിക്കണം. ഈ 3 കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. VA എങ്ങനെ കണ്ടുപിടിക്കുന്നത്? VA VB കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസാണ്. സിഗ്മ FY = 0, സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് = 0, സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് A = 0. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം VAയും VBയും കിട്ടും. അപ്പം VAയുടെ ആൻസർ കിട്ടുന്നത് 282.5 kN, VB = 127.5 kN. അതായത് സിഗ്മ FY = 0 എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ വരുന്നത്? VA + VB = 30 × ഇത്രയും ഡിസ്റ്റൻസ്. ടോട്ടൽ 24 ആണ്. അപ്പോൾ ഇത്രയും 12 വരും. 30 × 12 + 50 അതാണ് VA + VB. ഇക്വേഷൻ എഴുതി കാണിക്കാം. VA + VB = 30 × ഇത്രയും ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ലോഡാവും 30 × 12 + 50. VA + VB കിട്ടി. ഇനി A വെച്ചിട്ട് മൊമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊമെൻറ്റ് 30 × 12 × 12/2. അപ്പം ഇതിൻ്റെ മൊമെൻ്റായി 50യുടെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ 50 × ഇത്രയും ഡിസ്റ്റൻസ് 12. ദെൻ 50 ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് 6 മീറ്റർ മാറിയിട്ട് അപ്പം ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് കൂടെ 6. അപ്പോൾ ടോട്ടൽ 18. 50 × 18 മൈനസ് VB × 24. അതിനകത്തുനിന്ന് VB കിട്ടും. VB കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VA കിട്ടും. VAയും VBയും കിട്ടി. ദെൻ അടുത്തത് H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തേർഡ് ഹിഞ്ച് ഈ പോയിൻ്റ് അബൌട്ട് മൊമെൻ്റ് എടുത്താൽ മതി. ഒന്നുകിൽ റൈറ്റിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കാം. ലെഫ്റ്റിലേക്കാണ് മൊമെൻ്റ് എടുക്കുന്നതെങ്കിൽ VA ഇപ്പോൾ കിട്ടിയതാ VA × 12. ദെൻ ഇതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പം 30 × 12 × 12/2 അതിൻ്റെ മൊമെൻ്റായി. ഇനി H കൊണ്ടുള്ള മൊമെൻറ്റ് മൈനസ് H × ഈ ഡിസ്റ്റൻസ്. അതായത് Hൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് 4 = 0. ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. VA × 12 - 30 ×
12 ഇൻറ്റു 12/2, അതായത് 30 ഇൻറ്റു 12² മൈനസ് h ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഈക്വൽ ടു 0. അപ്പോൾ അതിനകത്തുനിന്ന് എച്ചിൻ്റെ വാല്യൂ കിട്ടും. h ഈക്വൽ ടു 307.5 kN. എച്ചിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 6 മീറ്റർ മാറി ഉള്ളൊരു പോയിൻ്റ്, അതിനെ ഡി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിൻറ്റിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കണം, റേഡിയൽ ഷിയർ കണ്ടുപിടിക്കണം, നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റ് വെച്ച് ലെഫ്റ്റിലേക്ക് മൊമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൊമെൻറ്റ് എടുക്കുമ്പോൾ വി എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 6 മീറ്റർ, ദെൻ ഇത്രയും പോർഷനിൽ യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ്, അതായത് 30 ഇൻറ്റു 6 ഇൻറ്റു 6/2 ആ മൊമെൻറ്റ് കിട്ടി. ദെൻ ഒന്ന് എഴുതാം, മൊമെൻറ്റ് അബൌട്ട് ഡി, എം ഡി ഈക്വൽ ടു ഡിക്ക് അബൌട്ടുള്ള മൊമെൻറ്റ് വി എ ഇൻറ്റു 6 മൈനസ് യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് 30 ഇൻറ്റു 6²/2, അതായത് ഈ 30 ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് 6 ആണ്, 30 ഇൻറ്റു 6 ഇൻറ്റു 6/2, അതാണ് 30 ഇൻറ്റു 6²/2. പിന്നെ എച്ചിൻ്റെ മൊമെൻറ്റ്, അപ്പോൾ എച്ചിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? വൈ ആ. അപ്പം എക്സ് ഡിസ്റ്റൻസിലുള്ള വൈയുടെ ഇക്വേഷൻ എന്താ? വൈ ഈക്വൽ ടു 4hx ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ L². അപ്പോൾ ആ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 4 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ റൈസ് 4 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് പറയാം? 6 മീറ്റർ മാറി, ഇൻറ്റു ടോട്ടൽ ലെങ്ത് 24 മൈനസ് 6 ഡിവൈഡഡ് ബൈ 24². അത് സോൾവ് ചെയ്യുമ്പം വൈയുടെ വാല്യൂ കിട്ടും. ഡിയിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് സ്പെസിഫിക്കലി വൈ ഡി എന്ന് വിളിച്ചു. അപ്പോൾ വൈ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 മീറ്റർ എന്ന് കിട്ടും. അപ്പം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇത്ര എഴുതി. അതിൻ്റെ കൂടെ ഈ എച്ച് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് എച്ച് ഇൻറ്റു വൈ ഡി. അപ്പോൾ എച്ചിൻ്റെയും വൈ ഡിയുടെയും വിയുടെ എല്ലാം വാല്യൂസ് ഉണ്ട്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ എം ഡിയുടെ വാല്യൂ കിട്ടും. മൊമെൻറ്റ് അബൌട്ട് ഡി 232.5 kN. ഇനി വെർട്ടിക്കൽ ഷിയർ, അതായത് നമ്മുടെ ഇക്വേഷൻ, ഈ ഇക്വേഷനിലുള്ള വി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ ഷിയർ. ആ വെർട്ടിക്കൽ ഷിയർ കണ്ടുപിടിക്കാൻ ഈ സെക്ഷനെ പോയിട്ടായിട്ട് ഷിയർ ഫോഴ്സ് എടുത്താൽ മതി. ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രം. ഇപ്പോൾ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ഈ വി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അപ്പം വി വെർട്ടിക്കൽ ഷിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി എ എന്ന് പറയുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതെടുത്തു. ഇനി ഇത്രയും പോർഷനിലെ യു ഡി എല്ലും കൂടെ, ഈ സെക്ഷനിൽ ഇപ്പുറത്ത് വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, പക്ഷേ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, നമുക്ക് വെർട്ടിക്കൽ ഷിയർ മാത്രം മതി. അപ്പം വി എ എന്ന് പറയുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്, അതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുത്തു. ഇനി ഇത്രയും പോർഷനിലെ യു ഡി എല്ലും കൂടെ ഉണ്ട്, അപ്പോൾ അത് മൈനസ് 30 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന എത്ര ഡിസ്റ്റൻസിലെ 6 മീറ്റർ. അപ്പം അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് വിയുടെ വാല്യൂ നമുക്ക് കിട്ടും. വി ഈക്വൽ ടു 102.5 kN. ഓക്കെ, ഇനി നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. റേഡിയൽ ഷിയറിൻ്റെ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 4h ബൈ L² ഇൻറ്റു L മൈനസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതിനകത്തും തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പം തീറ്റ ഈക്വൽ ടു 18.435 ഡിഗ്രി എന്ന് വരും. ആ വാല്യൂസ് എച്ചിൻ്റെയും എന്നിൻ്റെയും ക്യൂവിൻ്റെയും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ വരുന്നത് 324.133 kN എന്നും റേഡിയൽ ഷിയർ ക്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ആ പ്രോബ്ലം.